വാഴൂർ തീർത്ഥപാദപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പുണ്യം ട്രസ്റ്റിന്റെ കീഴിലുള്ള വാനപ്രസ്ഥ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിര ഉദ്ഘാടനം ഏപ്രിൽ 28 കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം നിർവഹിക്കും. ജേക്കോ ജുവൽസ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ കളക്ഷൻസ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരത്തിൽ നിന്നും നിങ്ങൾക്കിണങ്ങിയ ഫാഷൻ ഡയമണ്ട് ആഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ജേക്കോ ജുവൽസിന്റെ ഈ ട്രെൻഡി സ്റ്റൈൽ വെറൈറ്റി ഡിസൈൻ ഡയമണ്ട് ശേഖരത്തിൽ നിന്നും മനം കവരും നിങ്ങളുടെ ആഭരണം കണ്ടെത്തൂ. ജേക്കോ ജുവൽസ്, തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. സ്വാഗത സംഘം ചെയർമാൻ ജി രാമൻ നായർ അധ്യക്ഷത വഹിക്കും. ബ്രഹ്മശ്രീ ഗരുഡ ധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വാനപ്രസ്ഥം എന്ന പേരിൽ ആരംഭിക്കുന്ന വൃദ്ധരായ നിരാലംബരായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഒരു പുതിയ സ്ഥാപനത്തിന് ഈ 28 കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തുടക്കം കുറിക്കുകയാണ്. പുണ്യം അതിൻ്റെ പുതിയ മേഖലകളിലേക്ക് കടക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ആരും സംരക്ഷിക്കാൻ ഇല്ലാതെ വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരം ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് പുണ്യം നടത്തുന്ന ഒരു വലിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. സാമ്പത്തികമായി വലിയൊരു ബാധ്യതയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ചുമതലയാണ് പുണ്യം നിർവഹിച്ചു വരുന്നത്. ആ സാമ്പത്തിക സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്നത് അന്നദാനം എന്ന മഹത്തായ പ്രക്രിയയിലൂടെയാണ്. അന്നദാനത്തിന് ആളുകളെ പ്രേരിപ്പിക്കുകയും അന്നദാനത്തിലൂടെ പുണ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തികൾ കൂടുതൽ വിപുലീകരിക്കുകയും വിശാലമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. വാസ്തവത്തിൽ സന്തോഷത്തോടു കൂടിയല്ല പുണ്യത്തിലേക്ക് ആളുകളെ സ്വാഗതം ചെയ്യുന്നത്. കഴിയുന്നത്ര പുണ്യത്തിൻ്റെ സേവനം നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് കിട്ടാതെ പോകട്ടെ എന്നാണ് ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അനിവാര്യമായ ഘട്ടത്തിൽ അത്തരമൊരു താങ്ങും തണലും നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് പുണ്യം ഈ പുതിയ മേഖലയിലേക്ക് കുറേ കൂടി വിപുലീകരിച്ച് നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ഞങ്ങളെ നിർബന്ധിപ്പിക്കുകയും ചെയ്യുന്നത്. ദേശീയ സേവാഭാരതിയുടെ അഫിലിയേഷനോടുകൂടിയിട്ടാണ് പുണ്യം ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. 2007 ട്രസ്റ്റിൻ്റെ ആദ്യത്തെ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ സാറ് മുമ്പ് സൂചിപ്പിച്ച നിരാശ്രയരും നിരാലംബരുമായിട്ടുള്ള ആരോരും സംരക്ഷിക്കാനില്ലാത്ത ആൺകുട്ടികളെ ദത്തെടുത്ത് അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല സംസ്കാരവും കൊടുത്ത് ഉത്തമ പൗരന്മാരാക്കി വളർത്തുന്നതിന് വേണ്ടുന്ന പുണ്യം ബാലഭവനം ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ചു. അത് 2008 നമ്മളുടെ സ്വന്തം സ്ഥലത്തേക്ക്, സ്വന്തം ബിൽഡിങ്ങിലേക്ക് മാറുകയും ഇന്ന് കാണുന്ന തരത്തിൽ ഏതാണ്ട് 24 കുട്ടികളാണ് ഇന്ന് ബാലസദനത്തിൽ 1ാം ക്ലാസ് മുതൽ +2 ഡിഗ്രി തലത്തിൽ വരെ പഠിക്കുന്ന കുട്ടികൾ അവിടെയുണ്ട്. 2020 അടുത്ത ഒരു സ്ഥാപനം വാനപ്രസ്ഥം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അത് ഭാരതീയമായ ഒരു കൺസെപ്റ്റാണ്. പ്രായമായി കഴിഞ്ഞ അച്ഛനും അമ്മയും ആരോരും സംരക്ഷിക്കപ്പെടാനില്ലാത്തവരും നമ്മുടെ അങ്ങനെയുള്ള അച്ഛനും അമ്മമാരെയും കണ്ടെത്തി അവർക്കൊരു ആശ്രയമാകുന്നതിന് വേണ്ടിയിട്ടാണ് പുണ്യം വാനപ്രസ്ഥ കേന്ദ്രം 2020 ആരംഭിച്ചത്. നമ്മളുടെ മറ്റ് വാനപ്രസ്ഥ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം എന്നുള്ള കൺസെപ്റ്റിന് അപ്പുറത്ത്, ഡോർമെട്രിക്ക് അപ്പുറത്ത് ഓരോരുത്തർക്കും 2-3 പേരുള്ള റൂമുകളായിട്ടുള്ള സൗകര്യമാണ് നമ്മൾ അവിടെ നൽകിയത്. ഹോം നേഴ്സ് സൗകര്യം വേണ്ടുന്നവർക്ക് ഹോം നേഴ്സ് സൗകര്യം, ചികിത്സാ സാഹചര്യം അത് ഏറ്റവും ഉന്നതമായിട്ട് അമൃതയിലും അല്ലെങ്കിൽ മെഡിസിറ്റിയിലും ഒക്കെ പോകേണ്ടവർക്ക് അവിടെ കൊണ്ടുപോയി തന്നെ ചികിത്സിക്കുന്ന ഒരു നമ്മളുടെ വീട്ടിൽ നമ്മളുടെ അച്ഛനെയും അമ്മയും നോക്കുന്ന പോലത്തെ ഒരു സൗകര്യമാണ്. നമുക്കിവിടെ 6 കെയർ ടേക്കർമാർ അവരുടെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ നിലവിലുണ്ട്. ഈ ഒരു 2ാം ഘട്ടത്തിന്റെ സമർപ്പണമാണ് തിങ്കളാഴ്ച 28 ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കുന്നത്. രാവിലെ 11 മണിക്കാണ് അദ്ദേഹം പങ്കെടുക്കുന്ന ഫംഗ്ഷൻ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഫംഗ്ഷനിൽ, ഈ സമർപ്പണ ചടങ്ങിൽ
നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ജി രാമൻ നായർ സാറാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഗവർണറെ കൂടാതെ വാഴൂർ തീർത്ഥവാദ ആശ്രമത്തിന്റെ കാര്യദർശിയായിട്ടുള്ള സംപൂജ്യ ഗരുഡധ്വജാനന്ദ തീർത്ഥവാദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച ഒരു യോഗ കേന്ദ്രമുണ്ട്, ഇവിടം കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഒരു കൗൺസിലിംഗ് കേന്ദ്രമുണ്ട്. അതിന്റെ സമർപ്പണം നിർവഹിക്കുന്നത് SN ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിട്ടുള്ള ശ്രീമതി പ്രീതി, ആദരണീയായിട്ടുള്ള ശ്രീമതി പ്രീതി നടേശൻ അവറുകളാണ്. അതുപോലെ തന്നെ ഈ നിലവിൽ ഞാൻ പറഞ്ഞ പദ്ധതികൾ കൂടാതെ നമ്മളുടെ നാടിന്റെ ഒരു ആവശ്യകത എന്നുള്ള നിലയിൽ 2 പദ്ധതികൾ നമ്മളിപ്പോൾ ഈ ഒരു സമർപ്പണത്തോടു കൂടി ആരംഭിക്കുകയാണ്. നമ്മുടെ വാഴൂർ പഞ്ചായത്തിൽ അതിന്റെ ചുറ്റുവട്ടത്ത്, ഈ പുണ്യത്തിന്റെ ചുറ്റുവട്ടത്ത് ഒരു വീട്ടിൽ പോലും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള നിലയിലേക്ക് വിശപ്പ് രഹിത ഗ്രാമം എന്ന പദ്ധതി നമ്മൾ ഇപ്പൊ ക്രമേണ ആരംഭിച്ചിരിക്കുകയാണ്. വീടില്ലാത്തവർ, തലചായ്ക്കാൻ ഒരു ഇടമില്ലാത്തവർ, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർക്ക് 5 സെന്റ് ഭൂമി വാങ്ങി പുണ്യം ഭവനദാന പദ്ധതി എന്ന പേരിൽ വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു പദ്ധതി നമ്മൾ ഇതിനോടകം ആരംഭിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആരംഭിക്കുകയാണ്. ആ ആദ്യത്തെ വീടിന്റെ ശിലാസ്ഥാപനം അന്ന് രാവിലെ നടക്കുന്നുണ്ട്. ആ വീടിന്റെ വസ്തുവിന്റെ ഭൂസമർപ്പണം, അതിന്റെ ഡോക്യുമെന്റ് ഹാൻഡ് ഓവർ ചെയ്യല് RSSന്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ ദക്ഷിണ കേരളത്തിന്റെ പ്രാന്ത സംഘചാലകൻ അല്ലെങ്കിൽ ദക്ഷിണ കേരളത്തിന്റെ പ്രസിഡന്റ് പ്രൊഫസർ MS രമേശൻ സാർ നിർവഹിക്കും. നമ്മുടെ കാഞ്ഞിരപ്പള്ളി MLAയും ഗവൺമെന്റ് ചീഫ് വിപ്പുമായിട്ടുള്ള ഡോക്ടർ N ജയരാജ് സാറ് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കും. പുണ്യൻ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീ R അനിൽകുമാർ, അദ്ദേഹം ഗവർണർക്കുള്ള നമ്മളുടെ ഈ നാടിന്റെയും പുണ്യൻ ട്രസ്റ്റിന്റെയും ഉപഹാരം സമർപ്പിക്കും. ട്രസ്റ്റിന്റെ സെക്രട്ടറി ഈ യോഗത്തിൽ സ്വാഗതം ആശംസിക്കും.